പരിശുദ്ധമായി അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങൾ അണയുന്നു. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങൾ അണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥാ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥാ. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാം അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. ജീവന്റെ നാഥനോടൊന്നായിന്ന് ജീവന്റെ പാതയിൽ ഉൾവീഴുവാൻ. ജീവന്റെ നാഥനോടൊന്നായിന്ന് ജീവന്റെ പാതയിൽ ഉൾവീഴുവാൻ. പ്രാർത്ഥനാദീപങ്ങൾ കൈകളിലേന്തി നിൽക്കുന്നു മക്കൾ ഋതുസവിധേ. പ്രാർത്ഥനാദീപങ്ങൾ കൈകളിലേന്തി നിൽക്കുന്നു മക്കൾ ഋതുസവിധേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സഭ വിശുദ്ധ മോനിക്കയുടെ തിരുനാളാണ്. ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച് മകനേക്കാൾ മുമ്പേ വിശുദ്ധയായി തീർന്ന വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിവസം അമ്മമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരെല്ലാവരെയും നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിന്റെ നവീകരണത്തിനും അനുഗ്രഹത്തിനും ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ പിന്നിലുണ്ട്. അവരെല്ലാവരെയും സമർപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ കർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന മക്കളെ മടക്കിക്കൊണ്ടുവരുവാൻ തീവ്രമായി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ മോനിക്കാമ്മ നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് പ്രത്യേക നിയോഗമുള്ളത്. നമുക്കെല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തില് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ, സഹോദരങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളിൽ വിങ്ങുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊച്ചു കാര്യങ്ങളുടെ പേരിൽ വാശിയും പിടിവാശിയൊക്കെയായി അകന്നകന്നു പോകുന്ന സമ്മർദ്ദ സാഹചര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഏറെയുണ്ട്. നമ്മുടെ ഒരു വൈദിക സഹോദരൻ 42-ാം ദിവസവും കോവിഡിനെ പോസിറ്റീവായിട്ട് തന്നെ തുടർന്ന് ആ ഒരു അവസ്ഥയിൽ പ്രത്യേക പ്രാർത്ഥനാ സഹായം നമ്മൾ കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അച്ഛൻ ഇന്നലെ അച്ഛൻ്റെ ഇടവകയിൽ തിരിച്ചെത്തി പൂർണ്ണാരോഗ്യത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഒരു യുവ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പോസിറ്റീവായിട്ട് പ്രാർത്ഥന തേടിയിരുന്നു. അദ്ദേഹവും കുടുംബവും അതുപോലെ തന്നെ അവരെല്ലാവരും നെഗറ്റീവായി തിരിച്ചെത്തി നമുക്ക് നന്ദി പറയാം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരാ, അതോടൊപ്പം തന്നെ ജന്മദിനം ആഘോഷിക്കുന്നവരാ, അതുപോലുള്ള ആഘോഷങ്ങളിലായിരിക്കുന്നവരെല്ലാവരെയും സമർപ്പിക്കാം. ഭരണവാർഷികവും പ്രിയപ്പെട്ടവരുടെ സ്മരണകൾ സൂക്ഷിക്കുമ്പോൾ ഏറെ വിങ്ങലോടെ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. അവിടെ മറ്റു നിയോഗങ്ങളും, പ്രത്യേകിച്ച് വിവിധ പരീക്ഷകൾക്കായി പോകുന്നവർ, ടെസ്റ്റുകൾ, ഇന്റർവ്യൂകൾ, ജോലി സാധ്യതകൾ ആരായുന്നവർ, പഠന സാഹചര്യങ്ങൾ ആരായുന്നവർ, അവരെയും ഈ ബലിയിൽ നമ്മൾ പ്രത്യേകമാക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതയായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വാഗ്ദത്തത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന അനാഥമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൻ മഹിമകൾ പാടി വാഴ്ത്തട്ടിൽ വാഴ്ത്തിടുമെന്നും അവിടുന്ന് നായകനല്ലോ അറിവേറുന്നല്ലോ നിനയും. കർത്താവിൻ മഹിമകൾ പാടി വാഴ്ത്തട്ടിൽ വാഴ്ത്തിടുമെന്നും അവിടുന്ന് നായകനല്ലോ അറിവേറുന്നല്ലോ നിനയും. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. നിർമ്മലമാം നീർച്ചോലയതിൽ സവിധത്തിൽ ചേർത്തിടുമെന്നേ. കർത്താവിൻ മഹിമകൾ പാടി മാതട്ടിൽ വാഴ്ത്തിടുമെന്ന് അവിടുന്ന് നായകനല്ലോ അറിവേറുന്നല്ലോരിടയൻ. എൻ പ്രാണനു ശീതളമാകും തൻ തിരുലോകത്തെ പ്രതിയായി. എൻ പ്രാണനു ശീതളമാകും തൻ തിരുലോകത്തെ പ്രതിയായി. നേർവഴിയിൽ തന്നെ നയിക്കൂ കുറവേലുമെനിക്കതിനാൽ. കർത്താവിൻ മഹിമകൾ പാടി പാത്തട്ടിൽ വാഴ്ത്തിടുമെന്നും അവിടുന്ന് നായകനല്ലോ അറിവേറുന്നല്ലോരിടയൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്കോ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14 മുതൽ 21 വരെ വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവരൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവർ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെ കുറിച്ച് കേട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, ഇരുളകത്തിലും വെളിച്ചം ഒഴിവുണക്കിടുന്ന തൈലം സുവിശേഷമാകുന്നതാനും ലോകത്തിലേകുവാൻ പോകാം.
വിശേഷമാകുന്ന ദാനം ലോകത്തിലേക്കുവാൻ പോകാം. നമുക്ക് ശ്രദ്ധാവളകുന്ന പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിന്റെ അമ്മയുടെ സഹോദരരുടെ തനിമ എന്താണ് അത് ഈശോ വ്യക്തമാക്കുകയാണ്. അത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അവരാണ് തന്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിയും എന്നൊക്കെ ഈശോ പ്രഖ്യാപിക്കുന്ന ഈ വചനഭാഗത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുവിന്റെ കുടുംബത്തിന്റെ ഭാഗമാകുവാൻ, ഒപ്പം പരസ്പരം സഹോദരങ്ങളാകുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ വലിയ ബന്ധാവ് തിരിച്ചറിയുക. അത് ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക. ദൈവപിതാവിന്റെ ഇഷ്ടത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അവരെന്റെ സഹോദരനായ സഹോദരിയായിട്ട് മാറുക. അവർക്ക് ഞാൻ സഹോദരനാവുകയാണ്. നമ്മൾ ബ്രദറെ സിസ്റ്ററെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് അർത്ഥപൂർണമായിട്ട് തീരുന്നത് ഫ്രാൻസിസ് അസീസിയൊക്കെ ധൈര്യപൂർവ്വം അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് വന്നത് അതിൻ്റെ പൊരുളാണ് ഈ ദൈവത്തിന്റെ ദൈവത്തെ പിതാവായി അംഗീകരിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായി പരസ്പരം സഹായിക്കുമ്പോൾ, പ്രചോദിപ്പിക്കുമ്പോൾ, അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ ഒരു കുടുംബമായി തീരുന്നു, സഹോദരങ്ങളായി തീരുന്നു. അർത്ഥപൂർണമായ ഈ ശൈലിയിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവപിതാവിന്റെ ഇഷ്ടം അന്വേഷിക്കാം. പരസ്പരം ആ ഇഷ്ടം കണ്ടെത്താൻ സഹായിച്ച് പ്രചോദിപ്പിച്ചും മുന്നേറുകയും ചെയ്യാം. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു. ഈശോയോട് പറഞ്ഞു, ആരാണോ എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദര? തന്റെ ശിഷ്യയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും എന്റെ ജീവിതത്തിൽ വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനകത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും മെത്രാപ്പോലീത്തൻ വികാരി ആന്റണി കരീം മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണ ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ ലോകത്തെ അറിയിക്കുന്നതിനായി ശിഷ്യന്മാരെ നിയമിച്ച കർത്താവെ, സ്ത്രീമാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിൽ മേൽപ്പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിൽ അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി തീർന്ന വിഷയമായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയുടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്നു ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനും
അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. സ്നേഹപൂർവം നൽകുന്നു സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ ദൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി ഉയരുവികാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃദയവും ഉയരുവികാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃദയവും അറിവോടെ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. കർത്താവേ, അങ്ങ് സ്വീകരിക്കണമേ. തിരുമുമ്പിൽ ഉയർത്തപ്പെടുന്ന എല്ലാ നിയോഗങ്ങളും വളരെ പ്രത്യേകമായി കർത്താവേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങളിലേക്ക് തരിക. അങ്ങ് ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും നിറവും നൽകി നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി അങ്ങയുടെ മക്കളായി പരസ്പരം സഹോദരങ്ങളായി എന്നെന്നും ശോഭയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും മറിയോസേ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുളം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. കർത്താവേ, ആശീർവദിക്കണമേ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ വിശേഷ ശ്രേയത്തിൽ സമാധാനം ആശംസിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവ
ദൈവത്തിനോ കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനത്തോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അനഘമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോശാന. ദാവീദിൻ സുതലോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മകലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യണം. ചെയ്തതോ നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ ജനറൽ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരി മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി,
കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, സമർപ്പിത ശുശ്രൂഷകർ, മിഷണർമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങൾ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്നവർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നമ്മുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇന്ന് ചരമവാർഷികം അനുസ്മരിക്കുന്നു ഈ ദിവസങ്ങളിൽ മരണപ്പെട്ടവർ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന വ്യക്തികളോ കുടുംബങ്ങളോ, കർത്താവെ ഇന്ന് വിവാഹ വാർഷികമായിട്ടിരിക്കുന്നവരാണ്, ജന്മദിനവും അതുപോലെ കർത്താവെ ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്നതിന്റെ തിരുസന്നിധിയിൽ ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, വിവിധ ടെസ്റ്റുകൾക്കും ഇന്റർവ്യൂകൾക്കും പരീക്ഷകൾക്കായി പോകുന്ന മക്കൾക്ക് വേണ്ടിയും, കർത്താവെ ഇപ്പോൾ ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വളരെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും, അയോഗ്യനും ബലഹീനമായ ദാസന് വേണ്ടിയും, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നൽകണമേ. എല്ലാ തിന്മകളും ഞങ്ങൾക്ക് വിടുതൽ നൽകുകയും ചെയ്യണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചു നയിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും പരിശുദ്ധയുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മരുഭൂമിൽ മഞ്ഞ പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. മരുഭൂമിൽ മഞ്ഞ പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. തന്റെ ജനത്തോട് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. തന്റെ ജനത്തിൽ ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ
കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സാധനത്തിന്റെ നാഥനായ ജീവിതത്തോടെ കൃപയും പാപത്തിനെ യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പഠിച്ച് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ജീവിതങ്ങളിൽ പങ്കുകൊള്ളാം. ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തന്നെ വാക്കുകളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതമ്മേ, സംരക്ഷിക്കണേ. സഭയുടെ പരിവേദിയിൽ നമുക്ക് വാഴ്ത്താം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങ് കടന്നു വരണമേ. കൂദാശയായി അങ്ങയെ സ്വീകരിക്കാൻ സാധിക്കാത്തവര്, ആത്മനാംഗിക്കായി അങ്ങേ ഏറ്റവും ആഗ്രഹിച്ചു കാത്തിരിക്കുന്നവര്, അങ്ങയുടെ ശക്തിയും സൗഖ്യവും സമാശ്വാസവും അവരിലേക്ക് അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ ദൈവസമാധാനം കുടുംബങ്ങളിലും വ്യക്തികളിലും നിറയ്ക്കണമേ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളെ വർദ്ധിക്കുവാൻ ഈ ജീവിതം ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും മിശിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രവൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രവൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. സന്തോഷം അവന്റെ സങ്കേതം വിശ്രമം നാൾതോറും അവന്റെ സർവഭൂമി അവന്റെ സങ്കേതം വിശ്രമം നാൾതോറും അവന്റെ സർവഭൂമി.
അന്നാളിലവനോട് ചൊല്ലി ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ബലഹീനനെന്നു ഞാൻ കരുതിയതാ അന്നാളിലവനെന്നോട് ചൊല്ലി ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട് ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ സന്തോഷം അവനന്തരം വാരിതിൽ പാർക്കുന്ന അവനന്തരം അവനന്റെ സങ്കേതം വിശ്രമം നാൾത്തോറും അവനന്റെ സർവ്വവുമേ അവനന്റെ സങ്കേതം വിശ്രമം നാൾത്തോറും അവനന്റെ സർവ്വവുമേ പരിശുദ്ധാത്മാവിനാൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവരെ സമീപിച്ച് വീട് പങ്കുകൊണ്ട് യോഗ്യരാക്കപ്പെട്ടതും എല്ലാവർക്കും വീടുനാഥാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയും ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ നല്ല ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടമാറ്റുകളെയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേശസ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും നമ്മിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നമ്മെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റി അവിടുത്തെ മക്കളും പരസ്പരം സഹോദരങ്ങളുമായി വ്യാപരിപ്പാൻ അവിടുന്ന് നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ അവരെ ശുശ്രൂഷ ലഭിക്കുന്ന ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ ഗൗരവമായി തീരട്ടെ. ആമേൻ. അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷയെയും സ്വീകരിക്കണമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി, നിന്മക്കൾ ഞങ്ങൾക്കായി. പ്രാർത്ഥിക്കാം സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങളെ ആയിരമായിരങ്ങളെ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യസ്വരൂപിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്കാം സ്നേഹനാഥേ.